നമസ്കാരം. ഇന്ന് ഞാൻ നമുക്ക് വീട്ടിൽ ഒരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം. ഇത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാം. അങ്ങനെ ഒരു ജാമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാമൊക്കെ ബ്രെഡിനകത്തോട്ട് ഇങ്ങനെ നന്നായിട്ട് പുരട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇത് അത്രയും നമ്മൾ കട്ടിയാക്കുന്നില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ള മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ജാമാണ്. അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചിരുന്നു, അത് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ സിട്രിക് ആസിഡിന് പകരം നാരങ്ങാ നീര്, ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഞാനത് മിക്സിയിലും അടിച്ച് എടുക്കാറുണ്ട്, എന്നാൽ ഇപ്പം നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിലോട്ട് നമുക്ക് മാറ്റാം. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. കുറച്ച് നല്ല കളർ വേണമെന്ന് തോന്നിയാൽ ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടെ വേണമെങ്കിൽ ഇടാം, അപ്പോൾ നല്ല കളർ കിട്ടും. പൈനാപ്പിൾ വെന്ത് കഴിയുമ്പം ശകലം കളറ് കുറഞ്ഞു വരുമല്ലോ, അതുകൊണ്ടൊരു ശകലം മഞ്ഞപ്പൊടി കൂടെ ഇടാം. നമ്മുടെ ജാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സിട്രിക് ആസിഡ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, പകരം ഒരു ശകലം നാരങ്ങ നീരൊഴിക്കും. ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചേക്കും. നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാതിരുന്നാൽ മതി, കുറച്ച് നാളിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ബ്രെഡിലൊക്കെ തൂത്ത് നമുക്ക് കഴിക്കാം. ഇതിനകത്തോട്ട് ഒരു ശകലം വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കപ്പൊടിയുടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ശരിക്കും ഒരു ശകലം വാനില എസൻസ് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായിട്ടുണ്ട്. തയ്യാറാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം.